ഇന്ന് സന്തോഷത്തിൻ്റെ വലിയ ദിവസമാണ്. സഭയായി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സത്യം നാം പ്രഖ്യാപിക്കുന്ന ദിവസം. അത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എല്ലാവർക്കും ഉത്ഥാന പെരുന്നാളിൻ്റെ പ്രാർത്ഥന നിറഞ്ഞ ആശംസകൾ. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ഇവിടെ മഗ്ദലേന മറിയം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറയിലേക്ക് പോകുന്നു. ദുഃഖം നിറഞ്ഞ ഹൃദയത്തോടെയാണ് അവൾ പോകുന്നത്. ഈശോയുടെ സഹനങ്ങൾ അവൾ കണ്ടിരുന്നു. അവൻ്റെ മരണത്തിന് മഗ്ദലേന മറിയം സാക്ഷ്യം വഹിച്ചിരുന്നു. മറ്റ് ശിഷ്യന്മാരെ പോലെ എല്ലാം അവസാനിച്ചുവെന്ന് അവളും വിശ്വസിക്കുന്നു. എന്നാൽ അവൾ കല്ലറയിലെത്തുമ്പോൾ കല്ല് ഇതിനോടകം നീക്കം ചെയ്തിട്ടുണ്ട്. അവൾ ഓടിച്ചെന്ന് പത്രോസിനെയും യേശു സ്നേഹിച്ച ശിഷ്യനെയും വിവരം അറിയിക്കുകയാണ്. ശേഷം അവർ ഒരുമിച്ച് കല്ലറയിലേക്ക് ഓടുമ്പോൾ അവരുടെ ഉള്ളിൽ ആശയക്കുഴപ്പമുണ്ട്, ഭയം കലർന്ന ഒരു പ്രത്യാശയുമുണ്ട്. അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് സംഭവിച്ചുവെന്ന് അവർക്കറിയാം. മനുഷ്യബുദ്ധിക്ക് അതീതമായ എന്തോ ഒന്ന്. അവർ കല്ലറയിൽ പ്രവേശിച്ചപ്പോൾ കച്ചയും തലയിൽ കെട്ടിയിരുന്ന തൂവാലയും കണ്ടു. പക്ഷേ ഈശോയുടെ ശരീരം അവിടെയില്ല. കല്ലറ ശൂന്യമാണ്. ശൂന്യമായ കല്ലറ കഥയുടെ ഒരു വിശദാംശം മാത്രമല്ല, മരണത്തിന് അവസാന വാക്ക് ഇല്ല എന്നതിൻ്റെ സൂചനയാണത്. ഇരുട്ടിൻ്റെ ശക്തികൾ അവർക്ക് യേശുവിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിച്ചു. പാപം അത് വിജയിച്ചുവെന്ന് വിശ്വസിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി മരണത്തെക്കാൾ വലുതാണ്. കഷ്ടപ്പാടും സഹനങ്ങളും ഇവയ്ക്ക് അവസാനമല്ലെന്ന് ഈ ഉത്ഥാന പെരുന്നാൾ ഈസ്റ്റർ നമ്മളോട് പറയുന്നു. പരാജയം അവസാനമല്ല, പാപം അവസാനമല്ല, മരണം അവസാനമല്ല. വെള്ളിയാഴ്ചയുടെ വേദനയ്ക്കും ദുഃഖശനിയാഴ്ചയുടെ നിശബ്ദതയ്ക്കുമുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ് പുനരുത്ഥാനം. ശിഷ്യന്മാർക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ ഉടനടി മനസ്സിലായില്ല. അവർ കണ്ടു വിശ്വസിച്ചു എന്ന് സുവിശേഷം നമ്മോട് പറയുന്നു. വിശ്വാസം അത് പലപ്പോഴും പൂർണ്ണമായി നമുക്ക് മനസ്സിലാകാത്ത നിമിഷങ്ങളിലാണ് ആരംഭിക്കുന്നത്. പക്ഷെ അവിടെയും ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഈശോയുടെ പുനരുത്ഥാനം വലിയ മാറ്റം കൊണ്ടുവരുന്നു. പ്രത്യാശയിലേക്ക് ശിഷ്യന്മാർ വരുന്നു. ഈശോയുടെ പുനരുത്ഥാനം ഇന്ന് നമ്മോട് പറയുകയാണ്, ജീവിതത്തിലെ ഒരു ഇരുട്ടും ശാശ്വതമല്ല, ഒരു പാപവും ക്ഷമിക്കാനാവാത്തതല്ല. ക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ ഒരു സഹനവും അർത്ഥശൂന്യമല്ല. ചിലപ്പോൾ മഗ്ദലേന മറിയത്തെ പോലെ നമ്മുടെ ജീവിതത്തിലും ആശയക്കുഴപ്പങ്ങളുടെയും നഷ്ടത്തിൻ്റെയും നിരാശയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളുണ്ടാകാം. എന്നാൽ ഈസ്റ്റർ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം കൂടെയുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കാത്തപ്പോഴും ഈശോ പ്രവർത്തന നിരതനാണ്. The stone will be rolled away. Light will enter the darkness. Life will rise again. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെ ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും, ദുഃഖത്തിൽ നിന്നും പ്രത്യാശയിലേക്കും, സംശയത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നീങ്ങാൻ ക്ഷണിക്കുന്നു. ഒരു പുതിയ തുടക്കം, പ്രത്യാശയുടെ പുനഃസ്ഥാപനം, പുതിയ ജീവിതം, ഇതിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്നത്. കാരണം ശൂന്യമായ കല്ലറ ഏറ്റവും വലിയ വിജയത്തിൻ്റെ അടയാളമാണ്. സ്നേഹം പാപത്തെ കീഴടക്കിയതിൻ്റെ, വെളിച്ചം ഇരുട്ടിനെ കീഴടക്കിയതിൻ്റെ, ജീവിതം മരണത്തെ കീഴടക്കിയതിൻ്റെ,
പ്രത്യാശയോടെ മുന്നേറാം. ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.